സഹോദരങ്ങളെ, നമ്മൾ ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം പലർക്കും പറ്റാതെയാകും. പലരിൽ നിന്നും ഒരു അപരിചിതത്വത്തിന്റെ നോട്ടം നമുക്ക് നേരിടേണ്ടി വരും. ഇങ്ങനെയൊക്കെ വേണ്ടതുണ്ടോ? മതം എന്ന് പറയുന്നത് ഇത്രമാത്രം സങ്കുചിതമാണോ? ഇത്രമേൽ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ബുദ്ധിമുട്ടേണ്ടതുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങും. അത് കേവലം ചോദ്യങ്ങൾ മാത്രമായിരിക്കില്ല. പലരും നമ്മെ പരിഹസിക്കാനും വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കാനും അപ്രകാരം തന്നെ ഭാവിയിൽ വലിയ വലിയ പ്രതിസന്ധികൾ നിങ്ങളിലേക്ക് വരാനുണ്ട് എന്ന് ഭീഷണിപ്പെടുത്താനും മുതിർന്നേക്കും. മതപരമായി ദീനിയായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ആളുകൾ ഈ ലോകത്ത് അവർ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് ഗുറബാ എന്നാണ്, അപരിചിതർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിൽ ഗുറബാ, അത്തരം അപരിചിതത്വം അനുഭവിക്കുന്ന അത്തരം അപരിചിതരായ ആളുകൾ അവർക്ക് മംഗളങ്ങൾ, ആശംസകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉനാസുൻ സ്വാലിഹൂൻ, ഉനാസുൻ സ്വാലിഹൂൻ. അവരെ കുറ്റപ്പെടുത്തുന്നവർക്കും അവരെ ഒറ്റപ്പെടുത്തുന്നവർക്കും അവരെ ആക്ഷേപിക്കുന്നവർക്കും അവരെ കുറിച്ചൊരു കുറ്റവും പറയാനില്ല. ഭാര്യ മുമ്പത്തതിനേക്കാളേറെ സൗകര്യങ്ങൾ, ശ്രദ്ധ ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നു. നാട്ടുകാർക്ക് അവരിൽ നിന്നൊരു ഉപദ്രവവുമില്ല. അയൽവാസികൾക്ക് അവനിൽ നിന്ന് നന്മ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാലും അവർ അപരിചിതരാകുന്നു. നോക്കൂ സഹോദരങ്ങളെ, സഹോദര, നീ നിന്റെ ജീവിതത്തിൽ ഈ അപരിചിതത്വം അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നീ ദുഃഖിക്കുകയല്ല വേണ്ടതോ, നീ സന്തോഷിക്കുക. നിന്റെ റസൂലത നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, തൂബാ ലിൽ ഗുറബാ, അത്തരം അപരിചിതത്വം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശംസകളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് നിന്നെ അനുമോദിച്ചിരിക്കുന്നു. ഇതാ നിന്റെ റസൂലത പറഞ്ഞിരിക്കുന്നു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അപരിചിതമായ അവസ്ഥയിലാണ് തുടങ്ങിയത്. വസയഊദു ഗരീബൻ കമാ ബദഅ, തുടങ്ങിയതുപോലെ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം മടങ്ങുക തന്നെ ചെയ്യും. ഫതൂബാ ലിൽ ഗുറബാ, അന്ന് തൗഹീദിനെ മുറുകെ പിടിച്ചോ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഗുറബാക്കളായ ആളുകൾക്ക്, അപരിചിതരായ ആളുകൾക്ക് അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ, ആശംസകൾ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ ശറഹിൽ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അന്നൽ ഇസ്ലാമ ബദഅ ഫീ അഹദി മിനൻ നാസി വഖില്ല. നമുക്കറിയാം സഹോദരങ്ങളെ, ഇസ്ലാം തുടങ്ങിയതോ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം ഒറ്റപ്പെട്ട ഏതാനും ചില ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒറ്റപ്പെട്ട ചില ആളുകൾ മാത്രം. ആ ആളുകളെ നാട്ടിലുള്ള ഭൂരിപക്ഷം കുറിച്ചു നോക്കാൻ തുടങ്ങി. ഒറ്റപ്പെട്ട ആളുകൾ 40-50 വർഷം ആ സമൂഹത്തിൽ ജീവിച്ചിട്ടോ ഇസ്ലാം സ്വീകരിച്ചപ്പോ ആ സമൂഹത്തിന് പരിചയമില്ലാത്ത ആളുകളെ പോലെ അവർ ആയി മാറി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കുമ്പോ ആ സമൂഹത്തിൽ ഒരുപാട് നാളുകൾ അവർ ജീവിച്ചവരാണ്. എന്നിട്ടും അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോ ആ സമൂഹത്തിൽ അന്യരായി മാറി. അന്യരായി എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാം സ്വീകരിച്ച സ്വഹാബാക്കളെയും ആ നാട്ടിലെ ആളുകൾ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. നമുക്ക് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, വഇദാ റഊക യത്തഖിദൂനക ഇല്ലാ ഹുസുവാ അഹാദല്ലദീ ബഅസല്ലാഹു റസൂലാ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടുമ്പോഴൊക്കെയും അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോഴൊക്കെയും മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ കുഫാറുകൾ, സത്യനിഷേധികൾ അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചിരുന്നു. അവർ പറയുമായിരുന്നു, അഹാദല്ലദീ ബഅസല്ലാഹു റസൂലാ, ഈ മനുഷ്യനെയാണോ അല്ലാഹു റസൂലായി നിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഫാറുകൾ, സത്യനിഷേധികൾ പരിഹസിച്ചിരുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി ഞങ്ങൾ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ഒഴിവാക്കുകയോ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനെ സാഹിർ, മാരണക്കാരൻ എന്ന് വിളിച്ചു. വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്,
പെരുങ്കള്ളനായ മാരണക്കാരനാണ് ഇത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടിക്കാണിച്ച് പറയുകയുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, ഒന്നാലോചിച്ചു നോക്കൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം ജീവിച്ച ഒരു സമൂഹം, 40 വർഷം ജീവിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ അൽ അമീൻ അസ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധൻ എന്ന ആളുകൾ വിളിച്ചു പ്രശംസിച്ചു. 40 വർഷക്കാലം റസൂലിനോട് അവർക്ക് ഏറെ പ്രിയമായിരുന്നു, സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു. എന്നാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്ന് പ്രഖ്യാപിച്ചപ്പോ, അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായും ആ സമൂഹത്തിൽ നിർവഹിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അവിടുത്തെ കുടുംബക്കാരടക്കം, അവിടുത്തെ അയൽവാസികളടക്കം, നാട്ടുകാർ മുഴുവൻ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിച്ചു, സാഹിർ, മാരണക്കാരൻ എന്ന് വിളിച്ചു, കദ്ദാബ്, പെരുങ്കള്ളൻ എന്ന് വിളിച്ചു, കുടുംബബന്ധം മുറിക്കുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയുണ്ടായി. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് നമസ്കരിക്കുമ്പോ ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലേക്ക് തുണിയിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആ സമയത്ത് അതാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ പിടിച്ചു മാറ്റുകയുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, സത്യം പറഞ്ഞതിന്റെ പേരിൽ, ദീൻ പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അനാചാരങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അധർമ്മത്തിനെതിരെ നിലകൊള്ളണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനമാണത്. ഉഹദ് യുദ്ധത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന് പരിക്കേൽക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് കൂടെ ചോരയൊലിക്കുകയുണ്ടായി. മദീനയിൽ വന്നതിന് ശേഷവും യുദ്ധം കഴിഞ്ഞ് മദീനയിലെത്തിയിട്ടും റസൂലിന്റെ മുഖത്ത് കൂടെ ചോര ഒലിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അലി റളിയല്ലാഹു തആല അൻഹുവും കൂടെ ചോര തുടച്ചു കൊടുത്ത സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പേരിൽ പീഡനങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുകയാണ്. കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂൽ മാത്രമല്ല, മുമ്പ് കഴിഞ്ഞുപോയ ആളുകളും മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ഈ പീഡനങ്ങൾ അനുഭവിച്ചതായി ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം തേടുന്നില്ലേ? അലാ തദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ റസൂലേ എന്ന് ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഫഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദ് കാന മൻ ഖബലകും യുഖദു الرجل فيحفر له في الارض فيجعل فيها ثم يؤتى بالمنشار. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിൽ ദീൻ അനുസരിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെട്ടു, ഒരു കുഴിയിൽ നിർത്തി. എന്നിട്ടോ അവന്റെ നെറുകയിൽ അറക്കവാള് വെച്ചു. എന്നിട്ടോ ഫയുജഅലു നിസ്ഫൈൻ, അവന്റെ ശരീരം രണ്ടായി പിളർത്തി. വയുംശതു ബിഅംശാത്തിൽ ഹദീദ് മാ ദൂന ലഹ്മിഹി വഅൽമിഹി, അവന്റെ എല്ലും മാംസവും ചിതറുമാറ് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവന്റെ ശരീരത്തിൽ ഈരുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, മാ യസുദ്ദുഹു അൻ ദാലിക മിൻ ദീനിഹി, അതൊന്നും അവരെ അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ തെറ്റിച്ചു കളഞ്ഞില്ല. സഹോദരങ്ങളെ, ചെറിയ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴേക്കോ, ചെറിയ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോഴേക്കോ, ആരെങ്കിലും അതാ നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു എന്ന് കേൾക്കുമ്പോഴേക്കോ സുന്നത്തുകൾ അടിച്ചു വെക്കാൻ തോന്നുന്നുണ്ടോ? സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ തോന്നുന്നുണ്ടോ? ഇതാ ചരിത്രമതാ നെടുക്കെ പിളർത്തിയിട്ടും ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം വലിച്ചു കീറിയിട്ടും
മാ യസുദ്ദുഹു അൻ ദാലിക മിൻ ദീനിഹി, അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ നമ്മുടെ മുൻഗാമികളെ, അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ നമ്മുടെ മുൻഗാമികളെ അതൊന്നും തെറ്റിച്ചിരുന്നില്ല എന്ന ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ നല്ലവണ്ണം വരേണ്ടതുണ്ടോ? സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞില്ലേ, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഒരു നാട്ടിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു. വിശ്വസിച്ച ആളുകളെ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകളെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരു കുഴിയിൽ നിർത്തിക്കൊണ്ട് ചുട്ടു ചാമ്പലാക്കി കൊല്ലുന്ന ഒരു രാജാവ്. അത് കണ്ട് ആസ്വദിക്കുന്ന കിങ്കരന്മാർ. നോക്കൂ സഹോദരങ്ങളെ, അവർ ചെയ്ത കുറ്റം എന്താണ്? ആ പാവപ്പെട്ട ആളുകൾ ചെയ്ത കുറ്റം എന്താണ്? വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു കുറ്റവും ആ ആളുകൾ ചെയ്തിട്ടില്ല. ആ പാവപ്പെട്ട വിശ്വാസികളെ ക്രൂരനായ ഈ രാജാവ് കൊണ്ടുവന്നുകൊണ്ട് കുഴിയിൽ നിർത്തിക്കൊണ്ട് കത്തിച്ചു ചാമ്പലാക്കി കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, അതൊന്നും അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ പിന്മാറാൻ അവർക്ക് കാരണമായിട്ടില്ല. നമുക്ക് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ നമ്മൾ അടിയുറച്ചു ജീവിക്കുമ്പോ, അല്ലാഹുവിന്റെ ദീനിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുമ്പോ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. തീവ്രവാദി എന്ന ആളുകൾ വിളിക്കും, ഭീകരവാദി എന്ന ആളുകൾ വിളിക്കും, അതുപോലെ തന്നെ യാഥാസ്ഥികൻ എന്ന ആളുകൾ വിളിക്കും. പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ, സമൂഹത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ എന്ന ആളുകൾ വിളിച്ചേക്കും. ഒരിക്കലും സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ പിന്മാറാൻ അതൊന്നും കാരണമാകരുത് എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. ഉറബാക്കളാകും നമ്മൾ, അപരിചിതരായി മാറും നമ്മൾ. നമ്മുടെ റസൂലത നമുക്ക് അനുമോദനങ്ങൾ അറിയിച്ചിരിക്കുന്നു. തൂബാലിൽ ഖുറബാ, അത്തരം ഒറ്റപ്പെടുന്ന ആളുകൾക്ക്, അത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, അത്തരം ആക്ഷേപങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അനുമോദനങ്ങൾ, ആശംസകൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിച്ചതോ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ മാതാപിതാക്കളെ ആദരിക്കണമെന്നാണ്. നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്നാണ്. നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്നാണ്. നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ കുട്ടികളോട് കരുണ കാണിക്കണമെന്നാണ്. നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ സമൂഹത്തിൽ ദുർബലർക്ക് ആശ്വാസം അരുളണമെന്നാണ്. അയൽവാസികളോട് മാന്യമായി പെരുമാറണമെന്നാണ്. കഷ്ടത അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ കണ്ണീരൊപ്പാൻ പരിശ്രമിക്കണം എന്നാണ് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിച്ചത്. എന്നിട്ടും ആ ദീനിന്റെ അനുയായികളായതിന്റെ പേരിൽ നമുക്ക് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടോ? എന്നിട്ടും ആ ദീനിന്റെ അനുയായികളായതിന്റെ പേരിൽ നമ്മുടെ ആളുകൾ പല പേരുകളിൽ വിളിക്കുന്നുണ്ടോ? അഭിമാനിച്ചു കൊള്ളുക. നിന്റെ റസൂലത 1400 വർഷങ്ങൾക്കപ്പുറം നിന്നുകൊണ്ടോ നിനക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നു.